ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നോമ്പുകാലം പകുതിയോടടുക്കുന്ന ഈ സമയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 13 മുതൽ 16 വരെയുള്ള വാചകങ്ങളിലാണ് ഈശോ പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പിന് ഉറങ്ങിട്ട് പോയാൽ പിന്നെ അതെന്തിനു ഉപകരിക്കും? മനുഷ്യരാ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു. വിളക്ക് കൊടുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല, പീഠത്തിൽ നിന്ന് ഉപയോഗിക്കും. അപ്പോൾ എല്ലാവർക്കും അത് പ്രകാശം. അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ടിട്ട് നിങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കും. ഈ നോമ്പ് കാലത്ത് വിശുദ്ധ തമ്പുരാൻ ഒരുപക്ഷെ നമ്മളോട് ആവശ്യപ്പെടുക, ഞാനും നിങ്ങളും എല്ലാവരും ഈ ലോകത്തിന്റെ ഉപ്പായി മാറണം, ഈ ലോകത്തിന്റെ രുചി പകരുന്നവരായിട്ട് മാറും, ഈ ലോകത്തിന്റെ പ്രകാശമായിട്ട് മാറും, ലോകത്തിന് വെളിച്ചം കൊടുക്കുന്നവരായിട്ട് മാറും. എങ്ങനെ അത് സാധിക്കുമെന്ന ഈശോ തന്നെ പറയുകയാണ്, നിങ്ങളുടെ സൽപ്രവർത്തികൾ വഴി മറ്റുള്ളവർ നിങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശം. പ്രിയമുള്ളവരെ, ഇത് യുദ്ധങ്ങളുടെ കാലഘട്ടം. ഇപ്പോൾ യുദ്ധം നടക്കുക, കൊടുമ്പിരി കൊള്ളുകയാണ്. ലോകം മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്, എങ്ങനെയും ഈ യുദ്ധം അവസാനിപ്പിക്കണം. ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ക്രൈസ്തവരായ നമുക്ക് വലിയൊരു ദൗത്യമുണ്ട്. നമ്മുടെ കർത്താവ് കുരിശിൽ കിടന്ന് നമുക്ക് വേണ്ടി മരിച്ചെങ്കിൽ ആ കർത്താവ് നമ്മളോട് പറയുക, ശത്രുതയുടെ മതിൽക്കെട്ടുകൾ തകർത്തുകൊണ്ട് സ്നേഹത്തിൽ ജീവിക്കണമെന്ന്. അങ്ങനെ സ്നേഹത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ അഹമെന്ന ഭാവം വെടിഞ്ഞാല് നമുക്കെല്ലാവരെയും ഉൾക്കൊള്ളുവാൻ സാധിക്കും. ഇന്ന് യുദ്ധം നടക്കുന്നെങ്കിൽ അതിന്റെ എല്ലാം കാരണം അഹമെന്ന ഭാവമാണ്. ഞാനാണ് ശരി, മറ്റുള്ളവരെല്ലാം തെറ്റ് എന്നുള്ള ചിന്താഗതിയാണ്. ഇത് ലോകത്തിൽ നിന്ന് മാറണം. നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കൾ എന്ന ആ വലിയ പ്രത്യയ ശാസ്ത്രത്തിലേക്ക് നമ്മൾ വളരേണ്ടതായിട്ടുണ്ട്. ഞാനൊരു സംഭവം പറയാം. ഡൊമിനിക് ലാപ്പേറിന്റെ ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന പുസ്തകത്തിൽ മഹാത്മാഗാന്ധിയുടെ ശവമഞ്ചത്തിനടിയിൽ നിൽക്കുന്ന വല്ലഭായ് പട്ടേലിനെയും നെഹ്റുവിനെയും അവർ പരസ്പരം മുഖത്തോട് നോക്കുന്നില്ല. കുനിഞ്ഞു നിൽക്കുന്ന അവരെ നോക്കിക്കൊണ്ട് അന്നത്തെ വൈസ്രോയിയായ മൗണ്ട് ബാറ്റൻ പറയുകയാണ്, ഈ മഹാത്മാവ് നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത വ്യക്തിയാണ്. അത് അദ്ദേഹത്തോട് നമ്മൾ ആദരവ് കാണിക്കേണ്ടത്, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ശത്രുത വെടിഞ്ഞ് ഈ ഭാരതത്തിന് വേണ്ടി സ്നേഹത്തിൽ ഒന്നാണ് ഐക്യപ്പെടണം. ഈ ലോകത്തിന്റെ മുഴുവൻ രക്ഷയ്ക്കായി കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത യേശുവിനെയാണ് ഈ നോമ്പുകാലത്ത് നമ്മൾ അനുസ്മരിക്കുക. ഈ യേശുവിനെ അനുസ്മരിക്കുമ്പോൾ നോമ്പുകാലം ചൈതന്യം, കുരിശിൽ കിടക്കുന്ന യേശു നമ്മളോട് പറയുക, ശത്രുതയുടെ മതിലുകൾ തകർത്തുകൊണ്ട് ദൈവമക്കളായ നിങ്ങൾ എല്ലാവരും സ്നേഹത്തിൽ ഒന്നാകണം എന്ന്. നമ്മുടെ മനസ്സിലെ ശത്രുത അവസാനിപ്പിച്ചു. ഭൗതിക ലോകത്തിലെ കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത അവസാനിപ്പിച്ചു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിച്ചു. യേശുവിന്റെ സ്നേഹത്തിൽ ഒന്നായി തീരുവാൻ, ഒരു ദൈവവും ഒരു ജനതയും ആ ആശയത്തിലേക്ക് വളരുവാൻ ഈ നോമ്പുകാലം നമ്മെ ആഹ്വാനിച്ചു. ആ ചൈതന്യം ഉൾക്കൊള്ളുന്നു.